ധീരം. എനിക്ക് തോന്നുന്നത് ഇന്ദ്രജിത് സുകുമാരൻ്റെ കാര്യം പറഞ്ഞ് തുടങ്ങാമെന്നാണ് സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിന് മുമ്പ്. അപ്പം മലയാളം ഇൻഡസ്ട്രിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ യൂസ് ചെയ്യാതെ ഇരിക്കുന്ന നമ്മളെ ഇൻഡസ്ട്രി ഒട്ടും യൂസ് ചെയ്യാത്തൊരു ആക്ടറാണ് ഇന്ദ്രജിത്ത് എന്ന് തോന്നിയിട്ടുണ്ട് പല സമയത്തും. കാരണം എന്ത് കൊടുത്താലും, എന്ത് റോൾ കൊടുത്താലും, കോമഡി ആയിക്കോട്ടെ, സീരിയസ് റോളുകളായിക്കോട്ടെ, ക്യാരക്ടർ റോൾസ് ആയിക്കോട്ടെ, എന്ത് കൊടുത്താലും വളരെ വൃത്തിക്ക് വളരെ അടിപൊളിയായിട്ട് അത് ചെയ്തു വെക്കാൻ കഴിവുള്ള പൊട്ടൻഷ്യലുള്ളൊരു ആക്ടർ തന്നെയാണ് ഇന്ദ്രജിത് സുകുമാരൻ. വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആക്ടേഴ്സ് എന്ന് തന്നെ പറയാം ആളെക്കുറിച്ച്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് കൂടിയാണ് ഇന്ദ്രജിത് സുകുമാരൻ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു പെല്ലിശ്ശേരിയൊക്കെയാണ്, ലിജോ ജോസ് പെല്ലിശ്ശേരിയൊക്കെയാണ് എപ്പോഴെങ്കിലും ആ ഒരു ഇന്ദ്രജിത് സുകുമാരൻ്റെ ആ ഒരു പൊട്ടൻഷ്യൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുള്ളത് അദ്ദേഹമൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആക്ടറുടെ ഒരു സിനിമ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആളുടെ ഒരു സിനിമ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആൾക്ക് വേണ്ടി റൂട്ട് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. ഈ സിനിമ കാണാൻ പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ നല്ലൊരു പരിപാടി ആയിരിക്കാം, ആളുണ്ടല്ലോ, ഒരു നല്ലൊരു പെർഫോമൻസ് കാണാൻ പറ്റുമായിരിക്കും ആളുടെ സൈഡിൽ നിന്നെങ്കിലും എന്നുള്ളൊരു പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സിനിമയ്ക്ക് പോകുന്ന സമയത്ത്. അപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ പറയുന്നത് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രജിത് സുകുമാരൻ ഈസ് ഓക്കെ. ആൾക്ക് കിട്ടിയ സാധനം എന്താണ് എന്നുള്ളത് ആൾ നല്ല അടിപൊളിയായിട്ട് വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, ആൾക്ക് എന്ത് കിട്ടിയ ഇതിലൊരു പോലീസ് ഓഫീസറുടെ വേഷത്തിലാണ് വന്നിട്ടുള്ളത്. എന്ത് കിട്ടിയാലും അത് അതിൻ്റെ 100% കൊടുത്ത് അതിൻ്റെ വൃത്തിയിൽ ചെയ്തു വെക്കാൻ ആൾക്കറിയാം. അങ്ങനെ സിനിമയുടെ കേസിലേക്ക് വന്ന സമയത്ത് പറ്റിപ്പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ്. സീരിയൽ കില്ലിംഗ്, കൊലപാതകങ്ങൾ, പരിപാടികളൊക്കെയാണ് സിനിമയുടെ പ്രമേയമായിട്ട് വന്നിട്ടുള്ളത്. അപ്പം സിനിമയിലേക്ക് നോക്കുന്ന സമയത്ത് ഇന്ദ്രജിത് സുകുമാരൻ്റെ പെർഫോമൻസ് മാറ്റി നിർത്തിയാൽ പ്രത്യേകിച്ച് സിനിമയ്ക്ക് എടുത്തു പറയാൻ മാത്രം സിനിമയിൽ ഒന്നും തന്നെ ഇമ്പ്രസീവായിട്ട് ഫീൽ ചെയ്തില്ല. അതായത് സിനിമയുടെ ഡ്യൂറേഷൻ വരുന്നത് ഒരു 2.5 മണിക്കൂർ കുറച്ചും കൂടെ ഒക്കെയാണ്. അപ്പം എനിക്ക് തോന്നി അത്രയും ഡ്യൂറേഷനിലേക്ക് കൊണ്ടുപോകാതെ, അതായത് സിനിമയുടെ കഥ മോശമാണെന്നോ ഒന്നുമല്ല, പക്ഷേ ഇങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, ആ ഒരു നമ്മൾ എത്രയോ കേട്ടിട്ടുള്ളൊരു നമുക്ക് പരിചയമൊക്കെ ഉള്ളൊരു കഥ പോലത്തെ ഒരു സാധനം തന്നെയാണ്. ഇപ്പോൾ രാക്ഷസനിലും ഇതിലൊക്കെ കണ്ടിട്ടുള്ളൊരു ചൈൽഡ്ഹുഡ് ട്രോമ പരിപാടികൾ, അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന വെഞ്ചൻസ് കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഒരു പ്രമേയമായിട്ട് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഒരുപാട് കേട്ടിട്ടും കണ്ടിട്ടൊക്കെ ഉള്ള കഥകളൊക്കെ തന്നെ പോലത്തെ സിമിലർ ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു കഥ സിനിമയാക്കുന്ന സമയത്ത് ഡ്യൂറേഷൻ്റെ കേസിലേക്ക് പോകുമ്പോൾ കട്ട് ചെയ്യാൻ പറ്റുന്നതും ട്രിം ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള സംഗതികളൊക്കെ ഒന്ന് ട്രിം ചെയ്ത് ഒന്നും കൂടെ ബെറ്ററായിട്ട് സ്റ്റാക്ക് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ, ഒരു 2 മണിക്കൂറിലേക്കൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ മേ ബി ഒരു ഡീസൻറ്റ് വാച്ച് ആവേണ്ടി ഇരുന്ന ഒരു സിനിമയാണ് സത്യം പറഞ്ഞാൽ ധീരം. പക്ഷേ ആവശ്യമില്ലാത്ത സ്റ്റോറി ടെല്ലിങ്ങുകളും ആവശ്യമില്ലാത്ത ആളുകളുടെ പേഴ്സണൽ ലൈഫിലേക്കുള്ള എത്തിനോക്കലുകളും കാര്യങ്ങളും ഒക്കെ ഭീകരമായിട്ട് കൂടിപ്പോയി. സിനിമയുടെ ഡ്യൂറേഷൻ ഭയങ്കരമായിട്ട് കൂടിപ്പോയി. സ്റ്റിൽ 2.5 മണിക്കൂർ നമ്മൾ ഓക്കെയാണ്, ഒരു ത്രില്ലറോ വട്ടവർ നമ്മൾ സിനിമ കാണാൻ നമ്മൾ ഓക്കെയാണ്. നമ്മുടെ ഒരു നോർമൽ മൂവി ഡ്യൂറേഷൻ തന്നെയാണ് സത്യം പറഞ്ഞാൽ 2.5 മണിക്കൂർ. പക്ഷേ പുതുതായിട്ടൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കരമായിട്ട് എൻഗേജിങ് ആയിട്ട് ആ കഥയിലേക്ക് ഇൻസിഡൻറ്റുകളും ഇവൻസും കൊണ്ടുവരാൻ അവർക്ക് പറ്റണമായിരുന്നു സിനിമയിലേക്ക് വന്നപ്പോൾ. പക്ഷെ അത് അവർക്ക് സാധിച്ചതുമില്ല. അപ്പോൾ 2.5 മണിക്കൂർ സത്യം പറഞ്ഞാൽ ഫെൽറ്റ് ലൈക്ക് ഏജസ് എന്നുള്ളതാണ്. കുറേ സമയം നമ്മൾ തിയേറ്ററിലിരുന്ന്, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലേക്കൊക്കെ എത്തിയപ്പോൾ കഥയോട് കഥ, ഒരാളുടെ കഥ, അത് കഴിഞ്ഞ് അടുത്തയാളുടെ കഥ, ഇത് സിഗ്നിഫിക്കൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാത്തൊരു രീതിയിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ അത് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഓരോരുത്തരുടെ കഥ മാറി 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 വന്ന് അത് ക്ലൈമാക്സിലേക്കൊക്കെ എത്തിയ സമയത്ത് ഭയങ്കരമായിട്ട് അന്നോയിങ് ആയിട്ട് അരോചകമായിട്ട് ഫീൽ ചെയ്തു. ഇത്രയൊന്നും വേണ്ടിയിരുന്നില്ല, എന്താ കഴിയാത്തത്, സിനിമ എന്താ അവസരം. കാരണം നമ്മൾ ഓൾറെഡി, കാരണം ഞാൻ പറഞ്ഞു കഥ ഭയങ്കര പ്രഡിക്റ്റബിളാണ്. ഈ ഏകദേശം ഒരു ഇൻ്റർവെല്ലൊക്കെ ആവുന്ന സമയത്തേക്ക് തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും, ഓക്കെ ഇങ്ങോട്ടാണ് സിനിമ പോകുന്നത്, ഇതായിരിക്കാം സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള നമ്മൾ ഓൾറെഡി പ്രഡിക്റ്റ് ചെയ്തു. കാരണം ഞാൻ ഇടയ്ക്ക് പറയാറുള്ള പോലെ തന്നെ ഒരു ത്രില്ലർ സിനിമ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് നമ്മളുടെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡ് നമ്മൾ ഓണാക്കി വെച്ചിട്ടാവും സിനിമ കാണും. അപ്പോൾ നമ്മൾ സിനിമ കാണുന്ന സമയത്ത് നമ്മളത് ഗസ് വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കും. ഓക്കെ, ക്യാരക്ടേഴ്സിനൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്ത് ഇയാൾക്ക് ഇങ്ങനെ ഒരു ട്രേറ്റ് ഉണ്ടാവാം, ഈ കഥ ഇങ്ങോട്ട് ഇയാളായിരിക്കാം മേ ബി, ഇയാൾക്ക് ഇതിലെന്തോ കൈയുണ്ട്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നമ്മൾ ഗസ് വർക്കുകളൊക്കെ നടത്തി ആ സിനിമയെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനിങ്ങനെ ഒരു ക്ലൈമാക്സ് ആയിരിക്കാൻ വരുന്നത്, നമ്മളൊരു പ്രഡിക്ഷനൊക്കെ നമ്മൾ നടത്തും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു പ്രഡിക്റ്റബിൾ സ്റ്റോറി ആയിരുന്നു ആദ്യം മുതലേ. അപ്പോൾ അങ്ങനെ ഒരു പ്രഡിക്റ്റബിൾ സ്റ്റോറി ഒരു സിനിമയാക്കുമ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ എൻഗേജിങ് ആയിട്ടുള്ള ഇവൻസുകളോ ഇൻസിഡൻറ്റുകളോ ഇല്ലാന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇത്രയും ഡ്യൂറേഷൻ വരുമ്പോൾ ഒബ്വിയസ്ലി അത് ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇന്ദ്രജിത് സുകുമാരനാണ് നായകനായിട്ട് വന്നിട്ടുള്ളത്. സ്റ്റാലിൻ എന്ന് പറഞ്ഞൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായിട്ടാണ് ആളെത്തിയിട്ടുള്ളത്. പിന്നെ ആളെ കൂടാതെ ദിവ്യ പിള്ളൈ, നിശാന്ത് സാഗർ, രഞ്ജി പണിക്കർ, അജു വർഗീസ്, പിന്നെ റേബ ജോൺ, പിന്നെ ശ്രീജിത്ത് രവി, അങ്ങനെ നമുക്ക് കണ്ടുപരിചയമുള്ള ഒരുപാട് മുഖങ്ങളൊക്കെ സിനിമയുടെ അകത്ത് വന്നു പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ട്, ഒരുപാട് പേരുണ്ട്. കാസ്റ്റിലൊന്നും കുറവുകളൊന്നും വന്നിട്ടില്ല. എല്ലാവരും കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ അവർക്ക് കിട്ടിയ റോളുകൾ
ഭംഗിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഒരു എന്താ പറയുക, പറഞ്ഞ പോലെ ഒരു ആർട്ടിഫിഷ്യാലിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ ഇന്ദ്രജിത്തിൻ്റെ പെർഫോമൻസ് ഞാൻ പറഞ്ഞല്ലോ, അത് നമുക്ക് സിനിമ കാണുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു പോലീസ് വേഷത്തിൽ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഓറ, ആൾക്ക് അന്യായ സ്ക്രീൻ പ്രസൻസ് ആണ്, ഒന്നും പറയാനില്ല. അത് ഈ സിനിമയിൽ മാത്രമല്ല, ആളെപ്പോൾ വന്നാലും എപ്പോൾ സ്ക്രീനിൽ വന്നാലും നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. ആൾക്ക് ആ ഒരു ഓറ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മലയാളം ഇൻഡസ്ട്രി ആവശ്യത്തിന് യൂസ് ചെയ്യാത്തൊരു നടനാണ് സത്യം പറഞ്ഞ ഇന്ദ്രജിത്ത്. ഈ ഒരു മാർക്കറ്റ് വാല്യൂ കുറവാണ് എന്നുള്ള കാരണങ്ങളൊക്കെ കൊണ്ട് തഴയപ്പെട്ടു പോയൊരു ആക്ടറായിട്ടാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് ആൾ. അപ്പോൾ അങ്ങനെ പെർഫോമൻസിൻ്റെ കാര്യത്തിലൊന്നും ആരും മോശം വരുത്തിയിട്ടൊന്നുമില്ല. ഇവരൊക്കെയാണ് കാശിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ ധീരം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജിതിൻ ടി സുരേഷ് ആണ്. പിന്നെ റൈറ്റേഴ്സായിട്ട് വന്നിട്ടുള്ളത് 2 പേരുണ്ട്. ദീപു എസ് നായരും സന്ദീപ് സദാനന്ദനുമാണ് റൈറ്റേഴ്സായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ സ്ക്രീൻ പ്ലേയിലും ഡയറക്ഷനിലും സംഭവിച്ചൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെത്രയോ കണ്ടു മറന്ന കേട്ട് മറന്ന പരിപാടികൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ 5-ാം പാതിരയിലും പിന്നെ രാക്ഷസനിലും ഒക്കെ ആയിട്ട് ഈ പറഞ്ഞ പരിപാടികൾ കുറേയൊക്കെ കണ്ടതാണ്. നമ്മൾ പോലീസിനെ വട്ടം കളിപ്പിക്കുന്ന, ചുറ്റി കളിപ്പിക്കുന്ന സീരിയൽ കില്ലർ മൂഡിലുള്ള പരിപാടികൾ. അപ്പോൾ 5-ാം പാതിരയിൽ നീതിദേവത ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് പോസ്റ്റൽ കാർഡുകളൊക്കെ ആയിട്ടാണ് കില്ലർ വന്നിട്ടുള്ളത്. അങ്ങനത്തെ കുറച്ച് സംഗതികളൊക്കെയാണ്. സ്പോയിലേഴ്സ് ആയതുകൊണ്ട് ഞാൻ അധികം ഒന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു സിനിമയുടെ അകത്ത് ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഇതിലേക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഗിമ്മിക്കുകൾ, ഇതിലിട്ടുള്ള ഗിമ്മിക്കുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെത്രയോ ഇപ്പോൾ കണ്ട് മറന്ന സാധനങ്ങൾ വീണ്ടും യൂസ് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കാണുന്ന സമയത്ത് ഇനിയും ഇത് കാണണോ, ഇനിയും ഇത് പറഞ്ഞ് നമുക്ക് ഓൾറെഡി അറിയുന്ന സംഗതിയല്ലേ എന്നുള്ള രീതിയിലേക്ക് പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചു പോകണം. അപ്പോൾ ആ സമയത്തൊക്കെ സത്യം പറഞ്ഞ ലാഗാണ്, ബോറടി ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡയറക്ഷനിലും സ്ക്രീൻ പ്ലേയിലും സംഭവിച്ചിട്ടുള്ള പരാജയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. ആ ഒരു ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെൻറ്റിലേക്കും ഈ പറഞ്ഞ പോലെ കഥ നരേറ്റീവ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, സ്റ്റോറി ടെല്ലിങ്ങിലേക്ക് വന്ന സമയത്തൊക്കെ സംഭവിച്ച പാളിച്ചകൾ കാരണം കോക്കൊക്കെ പറയുന്ന പോലെ ഒരു പരിപ്പുവട ഗണത്തിലേക്ക് പെടുത്താൻ പറ്റുന്നൊരു ത്രില്ലർ പരിപാടിയായിട്ട് മാറിപ്പോയി സത്യം പറഞ്ഞാൽ ധീരം. പിന്നെ അത് ഞാൻ പറഞ്ഞത്, ഈ ഡ്യൂറേഷൻ ഒന്നും കൂടെ അവർ കട്ട് ചെയ്യുന്നതിൽ അവർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ആവശ്യമില്ലാത്ത കുറേ പോർഷൻസും പാട്ടുകളും ഒക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് 2 മണിക്കൂറിലേക്ക് ചുരുക്കാൻ അവർക്ക് സാധിച്ചിരുന്നുണ്ടെങ്കിൽ ഒരു ഡീസൻറ്റ് വാച്ചായിട്ട് മേ ബി ധീരം മാറിയേനെ. പിന്നെ ടെക്നിക്കൽ സൈഡിലേക്ക് പോകുന്ന സമയത്ത് പിന്നെ പറയാനുള്ളത് സിനിമാറ്റോഗ്രഫിയുടെ കേസ്, എഡിറ്റിങ്ങിൻ്റെ കേസൊക്കെയാണ്. അപ്പോൾ സിനിമാറ്റോഗ്രഫിയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ഒരു മാർവലസ് പരിപാടിയൊന്നുമല്ല, നോർമൽ പരിപാടികൾ, അമച്വർ ഗണത്തിൽപ്പെടുത്താൻ പറ്റുന്ന സിനിമാറ്റോഗ്രഫി കാര്യങ്ങളാണ്. പിന്നെ എഡിറ്റിങ്ങിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്താണ് എനിക്കൊരു കാര്യം പറയുന്നത്. അഗൂരൻ രാമചന്ദ്രൻ അങ്ങനെ എന്തോ ആണ് എഡിറ്ററുടെ പേര്, ആളാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് കോഴിക്കോടാണ് കഥ നടക്കുന്നത്. കോഴിക്കോടാണ് ഈ പറഞ്ഞ പോലെ കില്ലിങ്സും കാര്യങ്ങളും നടക്കുന്നത്. അവർ വെസ്റ്റിൽ ആ ഏരിയ ഒക്കെയാണ്, ബീച്ച് ഏരിയ ഒക്കെയാണ് കഥയുടെ സെറ്റിംഗ് ആയിട്ട് അവർ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ഇന്ദ്രജിത്തും ടീമും ചിന്നക്കനാലിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ പോകുന്ന പോക്കിലുള്ള എഡിറ്റിങ് കട്ട്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഭയങ്കര കോമഡി ആയിട്ട് ഫീൽ ചെയ്തു. കാരണം ഒരു കട്ടിൽ കോഴിക്കോട്, നമ്മുടെ തൃശ്ശൂർ കോഴിക്കോട് പുതിയ NH കാണിക്കും, അത് കഴിഞ്ഞ് ചിന്നക്കനാൽ ആ റൂട്ടിലുള്ള കുറച്ച് ഹിൽ ഏരിയ, ആ ഒരു ഹെയർ പിൻസ് കാര്യങ്ങൾ കാണിക്കും. അടുത്ത കട്ടിൽ വീണ്ടും NH വീണ്ടും വരും, വീണ്ടും ചിന്നക്കനാൽ 3 ആ ഒരു ഏരിയ, ഇടുക്കി ആ ഒരു ഏരിയ വീണ്ടും വരും. അപ്പോൾ ആ ഒരു അതിലുള്ളൊരു എന്താ പറയുക ഡിഫറൻസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഇവരെന്തായി കാണിക്കുന്നത്, ഇത് അറ്റ്ലീസ്റ്റ് എഡിറ്റ് ചെയ്യുന്ന സമയത്തെങ്കിലും ഇതൊന്ന് ശ്രദ്ധിക്കാമായിരുന്നില്ലേ? ആ ഒരു ജേണീൻ്റെ സാധനം ഭയങ്കര സംഭവം ഒന്നുമല്ലല്ലോ. അപ്പോൾ ചുമ്മാ കുറേ വണ്ടി പോകുന്ന കട്ട്സുകൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അറേഞ്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് വർക്കാവില്ലല്ലോ. കാരണം നമ്മളിത് ഓൾറെഡി അവർ പോകുന്നതാണ് നമ്മുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ആ ഒരു ജേണി കാണിക്കുന്ന സമയത്ത് അതിലൊരു ടെറൈൻ കറക്റ്റ് കാണിക്കുക എന്നുള്ളൊരു പരിപാടി എഡിറ്റിങ്ങിൽ ചെയ്യണ്ടല്ലോ. പിന്നെ അതുപോലാതെ വേറൊരു സാധനം ഫീൽ ചെയ്തത്, ഇവർ CCTV വിഷ്വൽസ് ചെക്ക് ചെയ്യുന്നൊരു സാധനമുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ക്യാരക്ടേഴ്സ് സംസാരിക്കുന്ന സമയത്ത് അവരുടെ മുഖത്തേക്ക് പോകുന്നത്, പിന്നെ അത് കഴിഞ്ഞ് CCTV കൺട്രോൾ റൂമിലെ CCTVയുടെ വിഷ്വൽസ് കാണിക്കുന്ന സമയത്ത് കണ്ടിന്യൂസ്ലി കാണിച്ച ക്ലിപ്പ് തന്നെ വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുക. ഒരു പാണ്ടിലോറി വരുന്നു, ക്യാരക്ടേഴ്സിൻ്റെ അടുത്തേക്ക് പോകുന്നു, വീണ്ടും വിഷ്വൽസ് കാണിക്കുന്ന സമയത്ത് വീണ്ടും ആ പാണ്ടിലോറി വീണ്ടും വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു സംഗതി എന്താ വെച്ചാൽ, ഈ കാണിച്ച വിഷ്വൽസ് തന്നെ വീണ്ടും കാണുന്ന സമയത്ത് നമ്മളിത് കാണുന്നതല്ല, നമുക്കത് മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഡിറ്റിങ്ങിലേക്ക് വരുമ്പോൾ ഇവരൊക്കെ പ്രൊഫഷണൽസ് ആയ ഇവരത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ പറയാനുള്ളത് മ്യൂസിക്കിൻ്റെ കേസാണ്. മ്യൂസിക്കിൻ്റെ കേസ് പറയാൻ മണികണ്ഠൻ അയ്യപ്പനാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, ഭയങ്കര അന്നോയിങ് ആയിരുന്നു ഒരു പോയിന്റ് വരെ. ഓൾമോസ്റ്റ് മൂവി ത്രൂ ഔട്ട് ഭയങ്കര അന്നോയിങ് ആയിട്ട് ഫീൽ ചെയ്തു ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്. കാരണം ഒരു ബ്രേക്ക് ഇല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ. ഇത് കണ്ടിന്യൂസ്ലി തലവേദന എടുപ്പിക്കുന്ന രീതിയിൽ പടം തുടങ്ങിയത് മുതൽ ഇൻ്റർവെല്ലൊക്കെ ആയപ്പോഴേക്ക് ദൈവമേ ഇതൊന്ന് ഒരു പോയിന്റിലെങ്കിലും സ്കോർ ഒന്ന് നിർത്തി ചെറിയൊരു സൈലൻസ് എവിടെയെങ്കിലും വന്നിരുന്നെങ്കിൽ എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക, പടപട്ട വെച്ചിട്ട് സ്കോർ ഇങ്ങനെ കണ്ടിന്യൂസ്ലി വന്ന് ഇൻ്റർവെല്ലങ്ങ് നിന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു ബ്രീത്ത് എടുക്കേണ്ട അവസ്ഥയിലേക്ക് പോയി സ്കോറിങ്ങിൻ്റെ കേസ്. പിന്നെ സെക്കൻഡ് ഹാഫിൽ വീണ്ടും ഈ സാധനം തുടർന്ന് പോകാനുണ്ടായി. അപ്പം
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു സിനിമയുടെ കേസിൽ എന്നുള്ളൊരു സംഗതിയാണ് ഫീൽ ചെയ്തത്. അങ്ങനെ ഓവറോൾ എന്താ പറയുക, ഈ ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് നല്ലൊരു ഒന്നും കൂടെ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ ഒരു ഡീസൻറ്റ് വാച്ച് ആവാനും ഒരു ഡീസൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി ആ ഒരു എക്സ്പീരിയൻസ് തരാനും പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന ഒരു സാധനത്തിനെ അനാവശ്യ വലിപ്പിക്കലുകളും അനാവശ്യമായ സ്റ്റോറി ടെല്ലിങ്ങും കാര്യങ്ങളും കൊണ്ട് ഒരു പരിധിവരെ വെറുപ്പിച്ച് ഒരു പരിപ്പൂട ത്രില്ലർ പരിപാടിയാക്കി മാറ്റി എന്നുള്ളതാണ് സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം. അപ്പോൾ അതാണ് ധീരം. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.